കരിമിഴിക്കടവത്ത് കിനാവിൻ്റെ കളിയോടം. കാണാ നിനക്ക് കണ്ട പെണ്ണിന്റെ അടിയും വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. ആ പെണ്ണടിച്ച അടിയുണ്ടല്ലോ നിനക്കല്ല ഉണ്ടത്, ഞങ്ങൾക്കാ. ഇനി എങ്ങനെ മറ്റു കുട്ടികളെ ഫേസ് ചെയ്യും? നിന്നെ കൊണ്ടാവില്ലെങ്കിൽ പറ, അവളെ കൊണ്ട് കാല് ഞാൻ പിടിപ്പിക്കാം. അവള് ശരിക്കുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലടാ. എനിക്ക് കിട്ടിയ അടിയുടെ വേദന ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. എനിക്ക് വാശിയായിരുന്നു ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കപ്പെട്ടവൻ്റെ ഒരു മാനസികാവസ്ഥ. അത് അവളെ കൂടി ഒന്ന് അറിയിച്ചു കൊടുക്കാനായിരുന്നു പിന്നീടുള്ള എൻ്റെ ശ്രമങ്ങൾ. അതിൻ്റെ ഭാഗമായി ഞാൻ അവളെ ചെന്ന് കണ്ടു. ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് നല്ലൊരു ഫ്രണ്ടായി എന്നെ കാണണമെന്ന് ഞാൻ അവളോട് അപേക്ഷിച്ചു. സാവധാനം അവൾ എൻ്റെ നല്ല സുഹൃത്തായി. ഒരവസരത്തിൽ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ മുമ്പ് തന്ന കത്തുകളൊക്കെ എനിക്ക് തിരിച്ചു തരണമെന്ന്. എൻ്റെ കണക്ക് കൂട്ടലുകൾ പഴിച്ചില്ല. അവൾ കത്തുകളുമായി എൻ്റെ ഹോസ്റ്റലിലേക്ക്. ഹലോ ഹലോ, വാ. വരാൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, എന്തിനാ കഥ കളിച്ചത്? അല്ല, പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചുറ്റും അസൂയക്കാരാ. പേടിയാണെങ്കിൽ ഞാൻ തുറന്നിടാം. ഏയ് വേണ്ട. താങ്ക് യു. സോറി 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 സോറി. ഞാൻ പോട്ടെ. എന്താ എല്ലാരും കൂടി ഇവിടെ? ഇതുപോലുള്ള റിയാലിറ്റി ഷോ എല്ലായ്പ്പോഴും ലൈവായി കാണാൻ ചാൻസ് കിട്ടില്ലല്ലോ മോളെ. SMS നമ്പർ എത്രയാ? അതെ, സോറി സോറി സോറി. ഞാൻ നിരപരാധിയാണ് ചേട്ടോ. എന്റെ മുറിയിലേക്ക് ഇവള് കടന്നു വന്നപ്പോ ക്ഷമിക്കണം. ഒരു അവിവാഹിതന്റെ ബലഹീനതയില് ചില പിന്നെ ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, നിങ്ങളായിട്ട് ഇവളുടെ ഭാവി നശിപ്പിക്കരുത്. പിന്നെ ഈ തെറ്റ് തിരുത്താനായിട്ട് ഇവളെ കെട്ടാൻ ഞാൻ ഒരുക്കമാണ്. അതെ, കുട്ടി എന്ത് പറയുന്നു?